Hello, welcome to my session. In this session, I discuss about CPU scheduling. The key points are to introduce CPU scheduling and to describe the various CPU scheduling algorithms. The basic concepts are in a multi-programming environment, whenever the CPU becomes idle, the operating system must select one of the processes in the ready queue to be executed. The selection process is carried out by the short-term scheduler or CPU scheduler. The scheduler selects a process from processes in memory that are ready to execute and allocate the CPU to that process. Conceptually, all the processes in the ready queue are lined up waiting for a chance to run on CPU. പിന്നെ നമ്മളുടെ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു സി പി യു ഐഡിയൽ ആകുന്ന ടൈമിൽ അടുത്ത ഒരു ജോബ് എന്നുവെച്ചാൽ കുറേയേറെ ജോബ്സ് മെയിൻ മെമ്മറിയിൽ അലോക്കേറ്റഡ് ആണ്. ഇതെല്ലാം റെഡി ക്യൂവിൽ റെസിഡൻ്റ് ആണ്. ഇപ്പോൾ സി പി യു ഐഡിയൽ ആവുന്ന ടൈമിൽ ഇതിലേതെങ്കിലും ഒരു ജോബിന് സി പി യു എന്നുള്ള റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ജോബ് ചെയ്യുന്നത് ആരാ? നമ്മളുടെ ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ സി പി യു ഷെഡ്യൂളറാണ് ഈ ജോബ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ റെഡി ക്യൂവിൽ ലൈനപ്പ് ചെയ്തേക്കുന്ന എല്ലാ പ്രോസസ്സുകൾക്കും ഈ സി പി യു കിട്ടി റൺ ചെയ്യാനുള്ള ചാൻസ് ഉള്ള പ്രോസസ്സുകളാണ്. ഇനി now we can discuss what is a CPU scheduler. A CPU scheduler or a short-term scheduler. The short-term scheduler selects from among the processes in the ready queue and allocate the CPU to one of them. From the short-term scheduler select a job from the ready queue and allocate the CPU to that particular process. The ready queue may be ordered in various ways. പല വിധത്തിൽ നമ്മളുടെ റെഡി ക്യൂ നമുക്ക് ഓർഡർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് ആകാം. അതുപോലെ തന്നെ അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഇത് റെഡി ക്യൂ കീപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ് the CPU scheduling decisions may be taken place when a process switches from running to waiting state, switches from running to ready state, switches from waiting to ready state, or it terminates. ഇനി നമ്മളുടെ സി പി യു ഷെഡ്യൂളിംഗ് ഡിസിഷൻ അത് എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നത്? whenever the CPU is free. സി പി യു ഫ്രീ ആകുന്ന ടൈമിലാണ് ഷെഡ്യൂളിംഗ് ഡിസിഷൻ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ചെയ്യേണ്ടി വരുന്നത് ഒരു 4 പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ്. എപ്പോഴൊക്കെയാണ്? സ്വിച്ചസ് ഫ്രം റണ്ണിങ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. നമ്മുടെ സി പി യു യൂട്ടിലൈസ് ചെയ്തേക്കുന്ന ആ പ്രോസസ് എന്നുള്ളത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുക. നമ്മൾ ഈ പ്രോസസ് സ്റ്റേറ്റ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അന്നേരം റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ടൈമിൽ നമ്മുടെ സി പി യു ഷെഡ്യൂളർ ഇൻവോക്ക് ചെയ്യണം. അനദർ കേസ് മേ ബി ദ സ്വിച്ചസ് ഫ്രം റണ്ണിങ് ടു റെഡി സ്റ്റേറ്റ്. ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക് പോവുക. അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്ററപ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കാൻ പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഈവൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ റണ്ണിങ് പ്രോസസ്സ് സി പി യു എന്നുള്ളത് ഫ്രീ ആക്കി കൊടുക്കും. ഇനി തേർഡ് വൺ ഈസ് സ്വിച്ചസ് ഫ്രം വെയിറ്റിംഗ് ടു റെഡി സ്റ്റേറ്റ്. എന്നുവെച്ചാൽ വെയിറ്റിംഗ് ടു റെഡി സ്റ്റേറ്റ്, വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് റെഡി സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് വരുമ്പോഴായിരിക്കാം ഷെഡ്യൂളർ ഇൻവോക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ, ഒരു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സി പി യു ഷെഡ്യൂളറെ ഇൻവോക്ക് ചെയ്യേണ്ടി വരുന്നത്. Scheduling under 1 and 4 is non-preemptive. That already we discussed what is preemptive or non-preemptive in the earlier session. ഇപ്പം അണ്ടർ ക്രൈറ്റീരിയ 1 and 4 നമുക്ക് ആദ്യത്തേത് എന്ന് വെച്ചാൽ റണ്ണിങ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോഴോ അത് നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. നോൺ പ്രിഎംറ്റീവ് ഷെഡ്യൂളിംഗ് മെത്തേഡാണ്. Under non-preemptive scheduling, once the CPU has been allocated to the process keeps the CPU until it releases the CPU, either by terminating or by switching to the waiting state.
നോൺ പ്രിയംറ്റീവ് മെത്തേഡിലാണെങ്കിൽ ഒരിക്കലും ഒരു പ്രോസസ്സിന് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പം മാത്രമാണ് ആ CPU ഫ്രീ ആവുന്നത്, റിലിങ്ക്വിഷ് ചെയ്യുന്നത്? അത് ഒന്നെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുകയോ. ഇപ്പോൾ ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യുകയാണ്. ആ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ടൈമിൽ മാത്രമേ ഈ CPU എന്നുള്ള റിസോഴ്സ് ഫ്രീ ആക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ. ഓൾ അതർ ഷെഡ്യൂളിംഗ് ഈസ് പ്രിയംറ്റീവ്. ബാക്കിയുള്ളതെല്ലാം പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഇനി നെക്സ്റ്റ്, ദിസ് ഇസ് ദ ക്യൂയിങ് ഡയഗ്രാം ഓഫ് റെപ്രസെന്റിംഗ് പ്രോസസ് ഷെഡ്യൂളിംഗ്. വാട്ട് ഇസ് ദ ജോബ് ഓഫ് ദി CPU ഷെഡ്യൂളർ? ദിസ് ഇസ് ദ റെഡി ക്യൂ. നമ്മുടെ റെഡി ക്യൂ ആണ് ഇത്. ദിസ് ഇസ് അവർ റിസോഴ്സ് CPU. From here in the ready queue, the processes are waiting. എങ്ങനത്തെ പ്രോസസ്സാണ്? CPU എന്നുള്ള റിസോഴ്സ് കിട്ടിയാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള റിസോഴ്സസ് എല്ലാം ഈ റെഡി ക്യൂവിൽ വെയിറ്റിംഗ് ആണ്. നമ്മുടെ CPU ഷെഡ്യൂളറിന്റെ ജോബ് എന്താണ്? The CPU scheduler selects one job from the ready queue and allocate it the റിസോഴ്സ് CPU. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ്, റെഡി ക്യൂവിലുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യുകയും അത് CPU എന്നുള്ള റിസോഴ്സ് അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ CPU ഷെഡ്യൂളർ ചെയ്യുന്നത്. ഈ സെലക്ഷൻ മെത്തേഡാണ് നമ്മുടെ CPU ഷെഡ്യൂളറിന്റെ ജോബ്. ഇനി നമ്മൾ പറഞ്ഞു 4 സ്പെസിഫിക് സിറ്റുവേഷൻ ഒക്കെ ചെയ്യുമ്പം ഷെഡ്യൂളർ ഇൻവോക്ക് ചെയ്യണമെന്ന്. ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും 4th പോയിന്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഒരു ജോബ് ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ CPU എന്നുള്ള റിസോഴ്സ് ഫ്രീ ആണ്. അന്നേരം ഇവിടെ നിന്ന് ഒരു ജോബ് സെലക്ട് ചെയ്യണം. ഇനി അല്ലെങ്കിൽ എന്താണ്? ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വന്നു. വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴും എന്താണ്? CPU ഫ്രീ ആയി. ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയി. ദെൻ the CPU scheduler needs to select another process from the ready queue which is to be executed. അങ്ങനെ ഒരു പ്രോസസ്സിനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഇൻറ്ററപ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം സ്ലൈസ് എക്സ്പയർ ചെയ്യാം. ഇനി നമ്മളുടെ ഒരു സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് വെയിറ്റിംഗ് ഫോർ ആൻ ഇൻറ്ററപ്റ്റ്. അങ്ങനെ ഇതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇവിടെ 4 പോയിന്റ്സ് പറഞ്ഞായിരുന്നു, ഇതിലേതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളുടെ CPU ഷെഡ്യൂളർ ഇൻവോക്ക് ചെയ്യുന്നത്. ഇനി the next point is our CPU scheduling criteria. Many criteria have been suggested for comparing CPU scheduling algorithms. There are several CPU scheduling algorithms. We need to compare the scheduling algorithms by using some criteria. The criteria we consider are CPU utilization. The first one is CPU utilization. That means keep the CPU as busy as possible. While choosing one algorithm, we measure the CPU utilization. We need to keep the CPU as busy as possible. The next criteria we consider is the throughput. Throughput means one measure of work is the number of processes that are completed per time unit called throughput. ഒരു യൂണിറ്റ് ടൈമിൽ നമ്മളുടെ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ജോബിൻ്റെ എണ്ണമാണ് നമ്മളുടെ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം വലിയ പ്രോസസ്സ്, ലോങ് പ്രോസസ്സ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ there may be one process per hour. ഇപ്പം പേറോൾ പ്രോസസ്സിംഗ് എന്നുള്ള അങ്ങനെയുള്ള വലിയൊരു ജോബാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ വലിയ ഡേറ്റാ സെറ്റിൽ ചെയ്യുന്ന ഒരു ജോബാണെങ്കിൽ ഒരു അവറിൽ ഒരു പ്രോസസ്സായിരിക്കും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലെ ചെറിയ പ്രോസസ്സസ് ആണെങ്കിൽ there may be 10 process per second. നമ്മളുടെ ത്രൂപുട്ട് എന്നുള്ളത് 10 process per second ആകാം. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ തന്നെ 10 പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. Next criteria is our turnaround time. What is this turnaround time? The amount of time to execute a particular process. നമ്മളൊരു പ്രോസസ്സ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈമാണ് ടേൺ അറൗണ്ട് ടൈം എന്നുള്ളത്. The next is our waiting time. The amount of time a process has been waiting in the ready queue. നമ്മൾ ഒരു ജോബ് നമ്മളുടെ റെഡി ക്യൂവിൽ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അതാണ് നമ്മളുടെ വെയിറ്റിംഗ് ടൈം എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. The next is the response time. That is the amount of time it takes from
from when a request was submitted until the first response is produced. ആദ്യം നമ്മൾ ഒരു ജോബ് സബ്മിറ്റ് ചെയ്തു, ആ സബ്മിറ്റ് ചെയ്ത ജോബിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് നമുക്ക് കിട്ടുക, അതാണ് നമ്മളുടെ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ. സപ്പോസ് നമ്മുടെ ഒരു എക്സാമ്പിളിൽ ഒരു പേറോൾ പ്രോസസ്സിംഗ് സിസ്റ്റം, നമ്മളൊരു ജോബ് അങ്ങ് സബ്മിറ്റ് ചെയ്തു, ആദ്യത്തെ എംപ്ലോയിയുടെ പേ ലിസ്റ്റ് അല്ലെങ്കിൽ പേറോൾ നമുക്ക് കിട്ടുന്ന ആ ടൈം എന്നുള്ളതാണ് റെസ്പോൺസ് ടൈം എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്ന ആദ്യത്തെ ഇൻപുട്ട് കിട്ടുന്ന വരെയുള്ള ടൈം. ഇനി നെക്സ്റ്റ് ഈസ് അവർ ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയ. ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതാണ് മാക്സിമം CPU യൂട്ടിലൈസേഷൻ, ഏറ്റവും നന്നായിട്ടുള്ള CPU യൂട്ടിലൈസേഷൻ വേണം, മാക്സിമം ത്രൂപുട്ട്, മിനിമം ടേൺ അറൗണ്ട് ടൈം, മിനിമം വെയിറ്റിംഗ് ടൈം, മിനിമം റെസ്പോൺസ് ടൈം. എന്നുവെച്ചാൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് CPU യൂട്ടിലൈസേഷനും മാക്സിമം ത്രൂപുട്ടും. അതേസമയം നമ്മളുടെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും ഒക്കെ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു അൽഗോരിതം ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. Now we can discuss about scheduling algorithms. Here we can discuss 6 different scheduling algorithms. First is first come first served scheduling, that is FCFS, then shortest job scheduling, that is SJF, priority scheduling, round robin scheduling, multi-level queue scheduling, and multi-level feedback queue scheduling. These are the different algorithms here we discuss. Then our first one is our first come first served scheduling or FCFS scheduling method algorithm. By far the simplest CPU scheduling algorithm is the first come first served algorithm. ഇപ്പം ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളുടെ FCFS ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിത്ത് ദി സ്കീം, ദ പ്രോസസ് ദാറ്റ് റിക്വസ്റ്റ് ദ CPU ഫസ്റ്റ് ഈസ് അലൊക്കേറ്റഡ് ദ CPU ഫസ്റ്റ്. ഏറ്റവും ആദ്യം ഏത് പ്രോസസ്സാണോ നമ്മളുടെ റെഡി ക്യൂവിൽ അറൈവ് ചെയ്യുന്നത്, ആ പ്രോസസ് ആയിരിക്കും CPU ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത്. ആ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് CPU ആദ്യം തന്നെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്. ഇനി the implementation of FCFS policy is easily managed with a FIFO queue. നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ ആയിട്ടാണ് നമ്മളുടെ റെഡി ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ റെഡി ക്യൂവിൽ ആദ്യം വരുന്നത് ഏതാണോ, ക്യൂവിൽ ആദ്യം വരുന്ന പ്രോസസ്സ് ഏതാണോ അതിനായിരിക്കും CPU അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോസസ്സ് നമ്മളുടെ സിസ്റ്റത്തിൽ അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ its PCB is linked onto the tail of the ready queue. നമ്മുടെ റെഡി ക്യൂവിൻ്റെ ടെയിലിൽ PCB ആഡ് ചെയ്യും. when the CPU is free, നമ്മുടെ CPU ഫ്രീ ആകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ടു ദ പ്രോസസ് അറ്റ് ദ ഹെഡ് ഓഫ് ദ ക്യൂ. റെഡി ക്യൂവിൻ്റെ ഹെഡിലുള്ള പ്രോസസ്സിന് ആ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ദ റണ്ണിങ് പ്രോസസ് ഈസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ ക്യൂ. അപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രോസസ്സിനെ ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. അന്നേരം നമ്മളുടെ CPU ഫ്രീ ആവുന്ന ടൈമിൽ നമ്മളുടെ റെഡി ക്യൂവിലുള്ള ആദ്യത്തെ പ്രോസസ്സ്, അതിൻ്റെ PCB ആണ് ആദ്യം റെഡി ക്യൂവിൽ കിടക്കുന്നത്. ആ പ്രോസസ്സിന് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും റെഡി ക്യൂവിൽ നിന്ന് അതിൻ്റെ PCB റിമൂവ് ചെയ്യുകയും ചെയ്യും. The average waiting time under the FCFS policy, however, is often quite long. Consider the following set of processes arrives at time 0 with the length of CPU burst given in milliseconds. അപ്പം നമ്മളുടെ FCFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നാലും ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഇനി നമുക്ക് ടൈം 0യിൽ നമ്മളുടെ ഇപ്പം അറ്റ് പ്രസൻറ്റ് നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോസസ്സുകൾ ഇതാണെന്ന് വിചാരിക്കുക. Here we have 3 different processes with different burst times. Here P1 with a burst time 24 millisecond and P2 with a burst time 3 millisecond and P3 with a burst time 3 millisecond. These 3 processes are in our ready queue. This is a Gantt chart for representing this schedule.
Gantt chart ആണ് ഈ കാണിച്ചേക്കുന്നത്. First process in the ready queue is P1. The queue is arranged in FCFS manner. So P1 is scheduled for execution. From 0th millisecond to 24th millisecond, this P1 is scheduled for execution. And the second process in the ready queue is P2 with a 3 burst cycle. At the end of this 24th millisecond, our P2 is scheduled for execution. And from 24 to 27th millisecond, P2 executes and terminates at 27th millisecond. The last process in the ready queue is P3 with a burst time 3 millisecond, and from 27th millisecond to 30th millisecond, our process P3 is scheduled for execution. Now, we can compare the algorithm by using some criteria, no? Here, we can calculate the average waiting time and we can compare with the other algorithms. Then, what is the waiting time for process P1? Waiting time for P1 is 0. And what is the that means whenever this process P1 arrives into the system, at that particular moment the process is scheduled for execution. P1 0th millisecond execute ചെയ്യാനായിട്ട് തുടങ്ങി. What about P2? This P2 has to wait for 24 millisecond in the ready queue. So from the 24th millisecond only P2 starts execution. So the waiting time for P2 is 24, and for P3, this P3 need to wait for 27 millisecond in the ready queue. So for the waiting time is 27 millisecond. So we can calculate the average waiting time, that is the sum of 0 plus 24 plus 27 divided by 3, that is equal to 17 millisecond. The average waiting time of this process, if we consider the first come first served scheduling method, is 17 millisecond. Suppose the processes arrive in this order. First P2 arrives, then P3 arrives, and after that P1 arrives. The Gantt chart is from 0 to 3 millisecond P2 executes, and from the 3rd to 6 millisecond our P3 executes, and the last process P1 starts at time 6 and ends at 30 millisecond. Now we can calculate the average waiting time. For the process P1, how long it need to wait in the ready queue? 0 to 6 millisecond. So the average the waiting time is 6 plus for the process P2, there is no waiting time. When it arrives in the system, P2 can execute. Then for P2 the waiting time is 0, and for P3 the waiting time is 3 millisecond. So in this case the average waiting time is 6 plus 0 plus 3 divided by 3, that is equal to 3 millisecond. Now compare these two. If the process arrives in this order, it is 70 millisecond, and if it arrives in this particular order, it is 3 milliseconds. Now if the processes arrives in various order, in this case the long process arrives first, that is P1. അന്നേരം എന്താ സംഭവിച്ചത്? ചെറിയ പ്രോസസ്സ് രണ്ടെണ്ണം ഉണ്ട്, P2 ആൻഡ് P3. അതിന് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 24 മില്ലിസെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു P2വിന്, 27 മില്ലിസെക്കൻഡ് P3ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ വേറെ P4 എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു വെച്ചോ. ആദ്യം അറേ ചെയ്ത P1, P4, P2, P3 എന്നുള്ള ഓർഡറിലായിരുന്നു വെച്ചോ. P4ന്റെ ബാസ്റ്റ് ടൈം ഇതേപോലെ ഒരു 25 മില്ലിസെക്കൻഡ് ആയിരുന്നു. ഈ 25 മില്ലിസെക്കൻഡും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളുടെ P2വിനും P3ക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് ഒരു കോൺവോയ് എഫക്റ്റ് എന്ന് നമ്മൾ പറയും. ചെറിയ പ്രോസസ്സ് കൂടുതൽ സമയം, എന്നുവെച്ചാൽ ഷോർട്ട് പ്രോസസ്സസ് ബിഹൈൻഡ് ലോങ് പ്രോസസ്. ചെറിയ പ്രോസസ്സ് വലിയ പ്രോസസ്സിന്റെ ബിഹൈൻഡിൽ കിടക്കുക, ഒരു കോൺവോയ് എഫക്റ്റ് ആണ്. അന്നേരം എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നുള്ളത് ലോ ആകും. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ കൺസിഡർ വൺ CPU ബൗണ്ടഡ് ആൻഡ് മെനി ഇൻപുട്ട് ഔട്ട്പുട്ട് ബൗണ്ടഡ് പ്രോസസ്.
CPU bounded processum, input output bounded processum ഉണ്ടല്ലോ. ഈ കോൺവോയ് എഫക്റ്റ് ലോവർ CPU ആൻഡ് ഡിവൈസ് യൂട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇനി FCFS ഷെഡ്യൂളിംഗ് എന്നുള്ളത് ഇറ്റ് ഈസ് നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് മെത്തേഡ്. അതെന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കൽ CPU എന്നുള്ളൊരു പ്രോസസ്സ് CPU ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ് കീപ്സ് ദ CPU until it releases the CPU either by terminating or by requesting input output. ഇപ്പോൾ ആ പ്രോസസ്സ് CPU എപ്പോൾ മാത്രമേ ഫ്രീ ആക്കി വിടത്തുള്ളൂ, ഒന്നെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴോ മാത്രമേ CPU എന്നുള്ള റിസോഴ്സ് ഫ്രീ ആക്കുന്നുള്ളൂ. Our next criteria scheduling method is shortest job first scheduling. Shortest job first. അതിൻ്റെ പേര് തന്നെയുണ്ട്, ഏറ്റവും ചെറിയ ജോബാണ് ആദ്യം ഷെഡ്യൂൾ ചെയ്യുന്നത്. ചെറിയ ജോബിന് എന്ത് കിട്ടും, ആദ്യം CPU അലൊക്കേറ്റഡ് ആവും. അങ്ങനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഈ കേസിൽ രണ്ട് കാര്യം കഴിഞ്ഞായിരുന്നു, 17ഉം ഇവിടെ 3ഉമായി. ഷോർട്ടസ്റ്റ് ജോബിന് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആയതായിട്ട് നമ്മൾ കണ്ടു. ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നുള്ളത് the algorithm associate with each process the length of the process's next CPU burst. ഈ അൽഗോരിതം എല്ലാ പ്രോസസ്സിനോടും റിലേറ്റഡ് ആയിട്ട് അടുത്ത CPU ബേസ്റ്റ് ടൈം, അടുത്ത എത്ര സമയം ഈ CPU ആവശ്യമായിട്ട് വരും എന്നുള്ളതും കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കണം. When the CPU is available, it is assigned to the process that has the smallest next CPU burst time. ഏറ്റവും ചെറിയ ബർസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിനായിരിക്കും നമ്മൾ CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ രണ്ട് പ്രോസസ്സ് സെയിം CPU ബർസ്റ്റ് ടൈം വരുന്നുണ്ടെന്ന് വെച്ചു. ഇപ്പോൾ P2നും P3ക്കും 3 ആയിരുന്നു ബർസ്റ്റ് ടൈം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ടൈ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നത്? FCFS ഷെഡ്യൂളിംഗ് യൂസ് ചെയ്തായിരിക്കും ആ ടൈ ബ്രേക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കേസിൽ. ഇതിൻ്റെ കേസിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു പ്രെഡിക്റ്റ് ദ നെക്സ്റ്റ് CPU ബേസ്റ്റ് ടൈം ഓഫ് എ പെർട്ടിക്കുലർ പ്രോസസ്. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത CPU ബേസ്റ്റ് ടൈം എത്രയായിരിക്കണം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഇതിലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൗ വി ക്യാൻ കൺസിഡർ ദ എക്സാമ്പിൾ ഓഫ് അവർ SJF at time 0. At a given time, here in the ready queue we have 4 different processes, P1, P2, P3, and P4 with corresponding burst time 6, 8, 7 and 3. Then we consider the shortest job first. Our Gantt chart is like this. While considering these 4 processes, which one is the shortest job? Here P4 with the 3 burst time. So the P4 is scheduled for execution. First scheduled for execution. From 0 to 3 millisecond P4 executes, and the next process in the ready queue which is having the smallest burst time is P1 with 6 millisecond. So secondly P1 is scheduled for execution, and from the 3rd millisecond to the 9th millisecond P1 executes. The next job is P3 with the 7 millisecond burst time. So the next scheduled one is P3. From the 9th millisecond to the 16th millisecond P3 executes. And the last one is P2 with a 8 millisecond burst time. So from 16 millisecond to 24th millisecond P2 executes. Now in this case the average waiting time is for P1, how long it need to wait in the ready queue? 0 to 3 milliseconds. So the waiting time is 3 milliseconds. For P2, how long? 0 to 16 milliseconds. So the waiting time is 16. And for P3, it is 9 milliseconds. And for P4, it is 0 millisecond. When that P4 arrives, firstly, it is scheduled for execution. So 0. The whole divided by 4, that is equal to 7 millisecond. Now, determining the length of the next CPU burst. While in this SJF, we need to predict the CPU burst of the next
next execution എന്നുവെച്ചാൽ അടുത്ത CPU burstന്റെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. We can apply this formula to calculate the predicted time. tau n plus 1 equal to n equal to 1 no അല്ല n plus 1 tau n plus 1, that is the predicted next CPU burst time, that is equal to alpha into Tn. Tn എന്നുള്ളത് എന്താണ്? ആക്ച്വൽ ലെങ്ത് ഓഫ് nth burst ഇപ്പോൾ കഴിഞ്ഞ ബേസ്റ്റിന്റെ ടൈം എത്രയാണോ അതാണ് Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൽഫയോ is a number which varies between 0 and 1. Alpha Tn plus 1 minus alpha, this is the probability, 1 minus alpha into tau n. tau n എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ബേസ്റ്റ് ടൈമാണ് tau n എന്ന് പറഞ്ഞാൽ. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ബേസ്റ്റ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ SJF എന്നുള്ളത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത SJF എന്നുള്ളത് നോൺ പ്രിയംറ്റീവ് ആണ്. ഒരിക്കൽ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നവരെ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് നോൺ പ്രിയംറ്റീവ് SJF ഒന്ന് കൺസിഡർ ചെയ്യാം. പ്രിയംറ്റീവ് SJF ഷെഡ്യൂളിംഗ് ഈസ് സംതിങ് കോൾഡ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് ഷെഡ്യൂളിംഗ്. In this case, now we can consider these four processes. നമ്മുടെ സിസ്റ്റത്തിൽ അറൈവ് ചെയ്ത ഈ പ്രോസസ്സുകളാണ്. ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറൈവൽ ടൈമും കൂടെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. Here first process is P1 and it arrives at time 0 and its burst time is 8. The next process is P2, it arrives at time 1 millisecond and its burst time is 4 millisecond. ഇപ്പം രണ്ടാമത്തെ മില്ലി സെക്കൻഡിൽ P3 വന്നു, ബേസ്റ്റ് ടൈം 9. P4 അറൈവ് ചെയ്തത് എപ്പോഴാണ്? മൂന്നാമത്തെ മില്ലി സെക്കൻഡിൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്നാമത്തെ മില്ലി സെക്കൻഡിൽ P4 അറൈവ് ചെയ്തു, ബേസ്റ്റ് ടൈം 5. Now we can see this Gantt chart. Arrival time 0. 0th millisecond, the only process in the ready queue is P1 with the burst time 8 millisecond. So P1 is scheduled for execution. From 0 to 1 millisecond, P1 executes. What happens at this time 1 millisecond? P2 arrives in the ready queue with the burst time 4. Now, while considering the burst time of P1 and P2, this P2 is having the smaller burst time, so it is scheduled for execution from 1 millisecond to 5th millisecond. P2 executes. അങ്ങനെ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇവിടെ P3 വന്നു 2 മില്ലി സെക്കൻഡിൽ, P4 3 മില്ലി സെക്കൻഡിൽ വന്നു, അത് എന്തുകൊണ്ട് എക്സിക്യൂഷൻ സെലക്ട് ചെയ്തില്ല? ഈ P2 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം P3ക്കും P5നും കൂടുതൽ ബേസ്റ്റ് ടൈം ആണ്, അതുകൊണ്ടാണ്. ഇനി 5th മില്ലി സെക്കൻഡിൽ കൺസിഡർ ചെയ്യുമ്പം ഏതാണ് ഷോർട്ടസ്റ്റ് ജോബ്? P4 വിത്ത് 5 millisecond burst time. So from 5 millisecond to 10 millisecond, P2 executes. ഇനി ഏതായിരിക്കും സെലക്ട് ചെയ്തേക്കുന്നത് നോക്കി? P1. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ P3ക്ക് 9 ആണ് ബേസ്റ്റ് ടൈം. അതേസമയം 9 ബേസ്റ്റ് ടൈമുള്ള ഇതും P1ന് 7 ആണ് ഇനി റിമൈനിങ് ബേസ്റ്റ് ടൈം ഉള്ളത്. 1 മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്തായിരുന്നല്ലോ, 7 മില്ലി സെക്കൻഡും കൂടി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം കൺസിഡർ ചെയ്യുമ്പോൾ P1 is having the shortest remaining time. So P1 from the 10th millisecond, P1 is scheduled for execution, and from 10 to 17 millisecond P2 executes, and after the 17 millisecond, the only process which is remaining in the queue is P3 with the 9 burst time. So from 17 millisecond to 26 millisecond, P3 executes. Now we can calculate the average waiting time for P1. How much is the waiting time? 0 to 1 millisecond P1 executes, and from the 10th millisecond also afterwards P1 executes. So 10 minus 1 is the waiting time for P1. Then for P1 for P2
how long it need to wait, P2 ന് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അത് വന്നത് 1 മില്ലി സെക്കൻഡിലാണ്. 1 മില്ലി സെക്കൻഡിലാണ് P1 വന്നത്. ആ ഫസ്റ്റ് മില്ലി സെക്കൻഡ് തുടങ്ങി തന്നെ P2, P1 അല്ലായിരുന്നു, P2 എക്സിക്യൂട്ട് ചെയ്തു. സോ ദ ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് 1 minus 1 equal to 0. Then for P3 how long it need to wait, P3 എപ്പോഴാണ് വന്നത്, 2 millisecond വന്നു. It starts execution from 17th millisecond. So 17 minus 2. That one plus P4. For P4 arrives in the 3rd millisecond and it starts execution from 5th millisecond. So എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, 5ാമത്തെ മില്ലി സെക്കൻഡിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അത് എപ്പോഴേ വന്നുള്ളൂ, 3ാമത്തെ മില്ലി സെക്കൻഡിലേ വന്നുള്ളൂ. അതുകൊണ്ട് 5 minus 2 മില്ലി സെക്കൻഡാണ് P4ന്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അന്നേരം this whole divided by 4, that is equal to 26 divided by 4 equal to 6.5 millisecond. 6.5 millisecond ആണ് ഇതിൻ്റെ കേസിലുള്ള ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇനി ഈ സെയിം പ്രോസസ് നമ്മൾ പ്രിയംറ്റീവ് മെത്തേഡ്, ഇതിപ്പോൾ നമ്മൾ പ്രിയംറ്റീവ് മെത്തേഡാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഈ നോൺ പ്രിയംറ്റീവ് മെത്തേഡാണ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ദ ആവറേജ് വെയിറ്റിംഗ് ടൈം വിൽ ബി 7.75 millisecond. Now consider these two, 6.5 and 7.75. Which one is better? Preemptive SJF is better. While we compare the average waiting time, the preemptive SJF algorithm is better than non-preemptive method. Then our third scheduling algorithm is priority scheduling. Priority എന്ന് പറഞ്ഞാൽ എന്താണ്? It is an integer value associated with each process. ഓരോ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് നമ്മളുടെ പ്രയോറിറ്റി. ഇതിൽ നമ്മൾ ഓരോ പ്രോസസ്സിനും പ്രയോറിറ്റിയും കൂടെ അസൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന് ആദ്യം CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ലോവർ പ്രയോറിറ്റി പ്രോസസ്സിന് പതിയെ CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അന്നേരം CPU is allocated to the process with the highest priority. That is smaller implies the highest priority. This algorithm comes as in flavors preemptive and non-preemptive. രണ്ട് വിധത്തിലും ഉണ്ട്. preemptive algorithm ഉണ്ട്, non-preemptive ഉണ്ട്. SJF is priority scheduling where priority is the inverse of predicted next CPU burst time. Larger the CPU burst, lower the priority and vice versa. എന്നുവെച്ചാൽ വലിയ പ്രോസസ്സ് എന്നുവെച്ചാൽ ലാർജർ ദ CPU ബേസ്റ്റ്, എന്നുവെച്ചാൽ CPU ബേസ്റ്റ് വലിയതായിട്ടുള്ള പ്രോസസ്സിന് ലോവർ പ്രയോറിറ്റി ആയിരിക്കും. സപ്പോസ് P1 എന്നുള്ളൊരു പ്രോസസ് വിത്ത് ബേസ്റ്റ് ടൈം 10. P2 ഈസ് എ പ്രോസസ് വിത്ത് ബേസ്റ്റ് ടൈം 5. ദെൻ ദ പ്രയോറിറ്റി എങ്ങനെയാണ് വരിക? ഇൻവേഴ്സ് ഓഫ് ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓഫ് ബേസ്റ്റ് ടൈം അതായത് 1/10 ഉണ്ട്, 1/5 ഉണ്ട്. അന്നേരം ഏതിനായിരിക്കും ഹയർ പ്രയോറിറ്റി വരുന്നത്? P2 ചെറിയ ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിനായിരിക്കും ഹയർ പ്രയോറിറ്റി വരുന്നത്. ലോവർ പ്രയോറിറ്റി ഏതിനാണ് വരുന്നത്? P1. അന്നേരം പ്രയോറിറ്റി ഓഫ് P1 ഈസ് ലെസ് ദാൻ പ്രയോറിറ്റി ഓഫ് P2. അതാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്നുള്ളത് സ്റ്റാർവേഷനാണ്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പ്രയോറിറ്റി പ്രോസസ് മേ നെവർ എക്സിക്യൂട്ട്. ഇപ്പോൾ ഒരു പ്രയോറിറ്റി ഒരു 20 ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ ഹയർ പ്രയോറിറ്റി 1ഉം ലോവർ പ്രയോറിറ്റി 20 ആണ്. ഈ 20 ആയിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും ഇപ്പോൾ പ്രിയംറ്റീവ് മെത്തേഡ് ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. CPU എന്നുള്ള റിസോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡി ക്യൂവിൽ കുറേയേറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഏജിങ് എന്ന് പറയും. ഏജിങ് ആസ് ദ ടൈം പ്രോഗ്രസ് increases the priority of the process. A solution to the problem of indefinite blockage of low priority process is aging. Aging is a technique of gradually increasing the priority of a process that wait in the system for a long time.
ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സപ്പോസ് നമ്മുടെ റെഡി ക്യൂവിലൊരു ഇപ്പം ഞാനിവിടെ 3 പ്രോസസ്സസ് കാണിച്ചിട്ടുള്ളൂ, ഒരു 10 പ്രോസസ്സ് ഉള്ള ഒരു റെഡി ക്യൂ ആണെന്ന് വെച്ചു. ഇപ്പം പ്രയോറിറ്റി എന്നുള്ളത് 1 ആവാം, 2 ആകാം, 3 ആകാം, അങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി വേരി ചെയ്യാം. സപ്പോസ് P1 എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മളുടെ ക്യൂവിലുണ്ട് വിത്ത് പ്രയോറിറ്റി 20. ഇപ്പോൾ പ്രിഎംറ്റീവ് മെത്തേഡ് ആണെങ്കിൽ ഇപ്പോൾ P2 എന്നുള്ളതിന് 1 ആണ് പ്രയോറിറ്റി, P5ന് 3 ആണ്. ഈ പ്രോസസ്സുകൾക്കൊക്കെ ആദ്യം CPU എന്നുള്ള റിസോഴ്സ് അവൈലബിൾ ആകും. ഇനി അടുത്ത ഈ റെഡി ക്യൂവിലേക്ക് P7 എന്നുള്ളൊരു പ്രോസസ്സ് വന്നു, പ്രയോറിറ്റി 5 അന്നേരവും 5 ഉള്ള പ്രോസസ്സിന് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ P1ന് എന്ത് സംഭവിക്കും? P1 ഹാസ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം ടു ഗെറ്റ് ദ റിസോഴ്സ് CPU. ഇപ്പോൾ പ്രയോറിറ്റി ഒരു 50 ഒക്കെയുള്ള പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിന് ഒരിക്കലും CPU കിട്ടുകയില്ല. അങ്ങനെയുള്ള പ്രോസസ്സ് എന്ത് സംഭവിക്കും? സ്റ്റാർവേഷൻ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാകും പ്രോസസ്സുകൾക്ക്. എന്നുവെച്ചാൽ ഒരിക്കലും ഈ റിസോഴ്സ് കിട്ടില്ല, സ്റ്റാർവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഏജിങ് എന്ന് പറയും. ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രയോറിറ്റി 20 ആണെന്ന് വെച്ചോ, ഈ 20 ഉള്ള പ്രോസസ്സ് ഇവിടെ 5 മിനിറ്റ് റെഡി ക്യൂവിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി എന്നുള്ളത് 20 - 1 19 ആകും. പിന്നെ 5 മിനിറ്റും കൂടി കഴിയുമ്പോൾ 90 - 1 18 ആകും. ഇങ്ങനെ ഇതിൻ്റെ പ്രയോറിറ്റി കൂടി ഒരിക്കൽ പ്രയോറിറ്റി ഒരു 5 ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇതിന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ലോ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സുകൾക്ക് എക്സിക്യൂഷൻ പോസിബിൾ ആകും. അല്ലെങ്കിൽ സ്റ്റാർവേഷൻ എന്നുള്ളത് ഉള്ള എഫക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ചില പ്രോസസ്സുകൾക്ക് ഒരുപാട് മണിക്കൂർ പോലും ഈ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അവർ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം അറ്റ് ടൈം 0. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈം, ആ ടൈമിൽ here we have 5 different processes with these burst times and associated priorities in this one. അന്നേരം P1ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാ? 10, പ്രയോറിറ്റി 3, P2 1. അതുപോലെ P5 വരെയുള്ള പ്രോസസ്സുകളുണ്ട്. ഇവിടെ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏത് പ്രോസസ്സിനാണ്? P2. അന്നേരം നമ്മുടെ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഏത് പ്രോസസ്സായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്? Here we schedule P2. P2വിനായിരിക്കും ആദ്യം CPU എന്നുള്ള റിസോഴ്സ് അവൈലബിൾ ആയേക്കുന്നത്. സോ ഫ്രം 0 to 1 millisecond, ഒരു ബേസ്റ്റ് ടൈം 1 ഉള്ളൂ, 1 millisecond P2 എക്സിക്യൂട്ട്സ്. ഇനി എന്താ സംഭവിച്ചേക്കുന്നത്? അടുത്തത് പ്രയോറിറ്റി 2 ഉള്ളത് P5 ആണ്. ഫ്രം 1 millisecond to 6 millisecond, 1 + 5 = 6. 6 millisecond P5 executes, and the next job having higher priority is P1 with the 3 priority 3 and burst time 10. So P1 is scheduled for execution from 6 millisecond to 16 millisecond. P1 executes, and the next process having the higher priority is P3 with the priority 4 and burst time 2. So from 16 millisecond to 18 millisecond, 16 plus 2, 18 millisecond P3 executes, and from 18 millisecond onwards, 18 to 19 millisecond P4 executes. In this case, if you calculate the average waiting time, it is 8.2 millisecond. 8.2 millisecond. How long this P1 had to wait in the ready queue? 0 to 6 millisecond. For 6 plus, for P2 it is 0, 6 plus 0 plus 16 plus 18 plus 1 millisecond divided by 5, that is equal to 8.3 millisecond. ഇതാണ് ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇനി ഇതിൻ്റെ കേസിൽ ദ പ്രയോറിറ്റി എന്നുള്ളത് എന്താണ്? ഓരോ ജോബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇൻറ്റീജർ വാല്യൂ, അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഈക്വൽ പ്രയോറിറ്റി പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ദേ ആർ ഷെഡ്യൂൾഡ് ഇൻ FCFS ഓർഡർ. The larger the CPU burst, the lower the priority, and vice versa. Priorities are generally indicated by some fixed range of numbers
such as 0 to 7 or 0 to 4095. ഇപ്പം നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ OSന്റെ ഫീച്ചേഴ്സ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പ്രയോറിറ്റി വാല്യൂ വരുന്നത്. ചില സിസ്റ്റത്തിൽ 0 to 7 ആവാം, ചില സിസ്റ്റത്തിൽ ഈ റേഞ്ചിലും ആകാം. ഇപ്പം ചില സിസ്റ്റത്തിൽ 0 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി, ചിലതിൽ 10 ആയിരിക്കാം ചിലപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലാർജർ നമ്പർ ഹയസ്റ്റ് പ്രയോറിറ്റി ആകാം. അത് സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ സം സിസ്റ്റംസ് യൂസസ് ലോ പ്രയോറിറ്റി നമ്പർ ടു റെപ്രസെൻറ്റ് ലോ പ്രയോറിറ്റി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ലോ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് വൺ. ഇനി അവർ ഫോർത്ത് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതം. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്നുള്ളത് ഒരു സ്പെസിഫിക് ടൈം സ്ലൈസ് ഓരോ പ്രോസസ്സിനും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. ഇറ്റ് ഈസ് സിമിലർ ടു FCFS ഷെഡ്യൂളിംഗ് ബട്ട് പ്രിയംഷൻ ഈസ് ആഡഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദ പ്രോസസ്. FCFS പോലെ തന്നെ ആദ്യം വരുന്ന പ്രോസസ്സിന് ആദ്യം CPU കിട്ടും, പക്ഷേ സ്വിച്ചിങ് ഒരു പ്രിയംഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോസസ്സിന് 2 മില്ലി സെക്കൻഡാണ് കിട്ടുന്നത്. ആ 2 മില്ലി സെക്കൻഡ് കഴിയുമ്പം പ്രോസസ്സ് സ്വിച്ച് ചെയ്യണം, അടുത്ത പ്രോസസ്സിന് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ടൈം ഷെയർഡ് സിസ്റ്റത്തിൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന ടൈം ക്വാണ്ടം എന്നുള്ളത് ഓർ ടൈം സ്ലൈസ് may be between 10 to 100 milliseconds 10 to 100 milliseconds normally. The ready queue is treated as a circular queue ആയിട്ടാണ് നമ്മളുടെ ready queue കൺസിഡർ ചെയ്യുന്നത്. The CPU scheduler goes around the ready queue allocating the CPU to each process for a time interval of up to 1 time quantum. നമ്മളുടെ CPU scheduler എന്ത് ചെയ്യും? ഒരു ടൈം ക്വാണ്ടം ഒരു ജോബിന് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ ടൈം ക്വാണ്ടം ഇപ്പോൾ 4 മില്ലി സെക്കൻഡ് ആണെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത 4ാമത്തെ മില്ലി സെക്കൻഡ് വരെ ഇപ്പോൾ P2 എന്നുള്ള അടുത്ത പ്രോസസ്സിനായിരിക്കും അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത 4ാമത്തെ മില്ലി സെക്കൻഡ് വേറൊരു പ്രോസസ്സിനായിരിക്കും അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. To implement RR scheduling, we keep the ready queue as FIFO queue of processes. First in first out. ഏറ്റവും ആദ്യം വന്നത് ഏറ്റവും ആദ്യം വെളിയിൽ പോകും. അങ്ങനെയുള്ള FIFO ക്യൂ ആയിട്ടായിരിക്കും നമ്മളുടെ റെഡി ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ന്യൂ പ്രോസസ്സസ് ആർ ആഡഡ് ടു ദ ടെയിൽ ഓഫ് ദ റെഡി ക്യൂ. പുതിയ പ്രോസസ്സുകൾ എവിടെ ആഡ് ചെയ്യുന്നത്? ടെയിൽ ഓഫ് ദ റെഡി ക്യൂവിലാണ് ആഡ് ചെയ്യുന്നത്. ദ CPU scheduler picks the first process on the ready queue, sets a timer to interrupt after 1 time quantum and dispatches the process. നമ്മളുടെ ഷെഡ്യൂളർ എന്താ ചെയ്യുന്നത്? റൗണ്ട് റോബിൻ്റെ കേസിൽ റെഡി ക്യൂവിലുള്ള ആദ്യത്തെ പ്രോസസ്സിനെ ചൂസ് ചെയ്യും, എന്നിട്ട് ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ഈ ടൈമർ 1 ടൈം ക്വാണ്ടം, അത് ചിലപ്പോൾ 4 മില്ലി സെക്കൻഡ് ആകാം. ഈ 1 ടൈം ക്വാണ്ടം ആകുമ്പോൾ ഈ ടൈമർ ഇൻറ്ററപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അന്നേരം എന്ത് സംഭവിക്കും? എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അവിടെ പ്രിയംപ്റ്റ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിനെ ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെയാണ് ഈ റൗണ്ട് റോബിൻ്റെ കേസിലുള്ള ഷെഡ്യൂളിംഗ് നടക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു ടൈം സ്ലൈസ് 4 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ചിലപ്പം ബേസ്റ്റ് ടൈം 3 മാത്രമുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യാം. അന്നേരം 3 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അടുത്ത ഒരു പ്രോസസ്സിനെ റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാവുന്നത്? ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ബേസ്റ്റ് ടൈം 5 ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ടൈം സ്ലൈസ് എന്നുള്ളത് 4 മില്ലി സെക്കൻഡേ ഉള്ളൂ. അന്നേരം എന്താ സംഭവിക്കുന്നത്? 4 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴും ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയില്ല. അന്നേരം 0 to 4 മില്ലി സെക്കൻഡ് ഈ സ്പെസിഫിക് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. അന്നേരം നമ്മളുടെ ടൈമർ ഇൻറ്ററപ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ പ്രിയംപ്റ്റ് ചെയ്യും. And that particular process is added at the end tail of the ready queue. നമ്മളുടെ റെഡി ക്യൂവിൻ്റെ ടെയിലിൽ ആഡ് ചെയ്യും. നമുക്കിത് ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്ത് നോക്കാം. In this case, the time quantum is 4 millisecond. Here, the processes are P1, P2 and P3 with burst times 24, 3 and 3. ഇനി റൗണ്ട് റോബിൻ്റെ കേസിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ ഒരു റെഡി ക്യൂവിൽ 3 പ്രോസസ്സാണ് ഉള്ളത്, 3 പ്രോസസ്. The first process in the ready queue is P1. അന്നേരം ആദ്യം എന്ത് സംഭവിക്കും? The CPU is allocated to the process P1.
So from 0th millisecond to 4th millisecond എന്ത് സംഭവിക്കുന്നത് P1 എക്സിക്യൂട്ട് ചെയ്യും. ഈ 4 millisecond ആകുമ്പോഴത്തേക്കും കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒക്കെ ചെയ്യും. ടൈമർ ഇൻ്ററപ്റ്റ് ഉണ്ടായി കോണ്ടെക്സ്റ്റ് സ്വിച്ച് വർക്ക് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? അടുത്ത പ്രോസസ് P2ന് 4 to 7 millisecond P2 എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ 4 millisecond P2വിന് ആവശ്യമുണ്ടോ? ഇല്ല. 7 3 ബേസ്റ്റ് സൈക്കിളുകൾ 3 ഉള്ളൂ ബേസ്റ്റ് ടൈം. അതുകൊണ്ട് 4 to 7 millisecond P2 എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ഫ്രം this 7 to 10 millisecond the next process P3 is scheduled for execution. From the 10th millisecond the timer interrupt occur and a context switch occur and P1 is scheduled further for execution. And from 10 to 14 millisecond P1 execute. ഇനി P1 മാത്രമേ ക്യൂവിൽ ഉള്ളെങ്കിലും കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ടൈമർ ഇൻ്ററപ്റ്റ് ഓരോ 4 millisecondലും ഉണ്ടാകും. അന്നേരം 14 + 4 18, 18 + 4 22, 22 + 4 26, 26 + 4 30. ഇത്രയും ടൈമിൽ ഈ P1ൻ്റെ എക്സിക്യൂഷൻ കഴിയും, ടെർമിനേറ്റ് ചെയ്ത് പോകും. ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് P1 എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഈ 14 - 4 millisecond 10 - 4 that is equal to 6 plus P2 4 millisecond 6 + 4 + 7 divided by 3 that is equal to 5.66 millisecond. Typically higher average turnaround time than SJF. SJF ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഹയർ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ഉണ്ട്, ബെറ്റർ റെസ്പോൺസ് ടൈം ഉള്ളൊരു അൽഗോരിതമാണ് നമ്മുടെ റൗണ്ട് റോബിൻ അൽഗോരിതം. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈം ക്വാണ്ടം എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി 10 millisecond, ക്യാൻ ബി 6 millisecond or 1 millisecond ആകാം. സപ്പോസ് we choose a time quantum of 12 milliseconds. If a process arrives, ഇപ്പോൾ ഒരു പ്രോസസ്സ് അറൈവ് ചെയ്തു, ടൈം ക്വാണ്ടം 12 ആണ്, പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം എന്നുള്ളത് 10 millisecond. എന്നാൽ 0 to 10 millisecond എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒരിക്കലും ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, 0. ഇനി അടുത്തത് എത്ര നേരമാണ് 0 to 6 millisecond. ടൈം ക്വാണ്ടം എന്നുള്ളത് 6 millisecond ആണ്. നമ്മൾ 10 ബേസ്റ്റ് ടൈം ഉള്ള ഒരു പ്രോസസ്സ് അറൈവ് ചെയ്തതെന്ന് വെച്ചോ, എത്ര നേരം എക്സിക്യൂട്ട് ചെയ്യും? 0 to 6 millisecond ഒരു പ്രാവശ്യം കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒക്കെ ചെയ്തു, ദെൻ 6 to 10 millisecond ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. അന്നേരം കോണ്ടെക്സ്റ്റ് സ്വിച്ച് 1. ഇവിടെ ഈ കേസിലാണെങ്കിലോ 9 പ്രാവശ്യം കോണ്ടെക്സ്റ്റ് സ്വിച്ച് ഒക്കെ ചെയ്യും. ഇനി അടുത്ത ഷെഡ്യൂളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ ക്യൂ ആണ്. മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് മെത്തേഡാണ്. ഇതിൻ്റെ കേസിൽ നമ്മളുടെ റെഡി ക്യൂ, പല റെഡി ക്യൂസ് നമുക്ക് ഉണ്ട്. അത് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിന് ഓരോ ക്യൂ ആണ് അറേഞ്ച് കൊടുത്തേക്കുന്നത്. ഈ ഓരോ ക്യൂവിലും ഓരോ ഷെഡ്യൂളിംഗ് മെത്തേഡുകളായിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. ഫോർഗ്രൗണ്ട് പ്രോസസ്സ് സാധാരണ റൗണ്ട് റോബിൻ മെത്തേഡിലും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് സാധാരണ FCFS ഷെഡ്യൂളിംഗ് മെത്തേഡുമാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. സാധാരണ ഫോർഗ്രൗണ്ട് പ്രോസസ്സിന് 80% ഇപ്പം നമുക്ക് ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇതിൽ ഹിയർ വി ഹാവ് 5 ഡിഫറെൻറ്റ് ക്യൂസ്. സിസ്റ്റം പ്രോസസ്, ഇൻട്രാക്റ്റീവ് പ്രോസസ്. ഇതിൽ ഓരോ ടൈപ്പ് പ്രോസസ്സ് വരുമ്പോഴും ഈ ഓരോ റെഡി ക്യൂവിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് വരുമ്പോഴാണെങ്കിൽ ഈ ക്യൂവിലേക്ക് വരും. അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ക്യൂ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇതായിരിക്കും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ക്യൂ. ഇത് നെക്സ്റ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ലോവർ പ്രയോറിറ്റി ആണ്. ഇതിൽ ഏറ്റവും ഹയർ പ്രയോറിറ്റി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രയോറിറ്റി കുറഞ്ഞു വരും, ലോവർ പ്രയോറിറ്റി. അതായത് ഈ ഹയർ പ്രയോറിറ്റി ക്യൂ സാധാരണ റൗണ്ട് റോബിൻ മെത്തേഡും ലോവർ പ്രയോറിറ്റി ക്യൂസ് ഏതാണ് യൂസ് ചെയ്യുന്നത്? FCFS മെത്തേഡുമാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ക്യൂവിലെ പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. പ്രോസസ്സുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ലോവർ പ്രയോറിറ്റി ക്യൂവിലേത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഏറ്റവും അവസാനമേ ഈ ഏറ്റവും ലോവർ പ്രയോറിറ്റിയിലുള്ള ഈ പ്രോസസ്സുകൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതാണ് 80% ഓഫ് ടൈം ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനും ബാക്കി 20% ഓഫ് ടൈം മാത്രമേ ലോവർ പ്രയോറിറ്റി പ്രോസസ്സിന് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. ഇനി അവർ ലാസ്റ്റ് ഷെഡ്യൂളിംഗ് മെത്തേഡ് ഈസ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഷെഡ്യൂളിംഗ്. ഇനി ആദ്യത്തെ ഈ ഷെഡ്യൂളിംഗ് മെത്തേഡിൽ മൾട്ടി ലെവൽ ക്യൂവിൽ ഓരോ ടൈപ്പ് പ്രോസസ്സുകൾ ഓരോ ടൈപ്പ് ക്യൂവിൽ മാത്രമേ അസൈൻഡ് ആവത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു സ്പെസിഫിക് ടൈപ്പ് പ്രോസസ്സ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പാണെന്ന് നോക്കിയിട്ട് റെഡി ക്യൂവിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇതിൽ ഷിഫ്റ്റിംഗ് പോസിബിൾ അല്ല. ഒരു ക്യൂവിൽ നിന്ന് ഒരു പ്രോസസ്സ് അടുത്ത ക്യൂവിലേക്ക് വരില്ല, ഷിഫ്റ്റിംഗ് ഇല്ല. അതേസമയം ഫീഡ്ബാക്ക് ക്യൂ, മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂവിൻ്റെ കേസിൽ allows the processes to move between queues. ക്യൂസ് തമ്മിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇൻ ദിസ് എക്സാമ്പിൾ ഹിയർ വി ഹാവ് 3 ക്യൂസ്, 3 ക്യൂസ് ഉണ്ട്. Q0, Q1 ആൻഡ് Q2. ഈ Q0 എന്നുള്ളതിൽ 8 ടൈം ക്വാണ്ടമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ റൗണ്ട് റോബിൻ മെത്തേഡ് യൂസ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യും. Q1 16 ടൈം ക്വാണ്ടം, അത് 6 വെച്ച് തന്നെ ഷെഡ്യൂൾ ചെയ്യും. ലാസ്റ്റ് വൺ FCFS യൂസ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യും. അന്നേരം ഒരു പ്രോസസ്സ് അറൈവ് ചെയ്ത ആദ്യം ഈ Q0യിലേക്കായിരുന്നു വരുന്നത്. സപ്പോസ് ഒരു പ്രോസസ്സിന് 20 മില്ലി സെക്കൻഡ് അതിൻ്റെ ബേസ്റ്റ് ടൈം എങ്കിൽ ആദ്യം ഇത് ഇവിടെ വരും. ആദ്യത്തെ 8 മില്ലി സെക്കൻഡ് ഈ ക്യൂവിൽ അത് ഷെഡ്യൂൾ ചെയ്ത് CPU അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല. അന്നേരം പിന്നെ എത്ര നേരം കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? 8 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് 12 മില്ലി സെക്കൻഡും കൂടെ എക്സിക്യൂട്ട് ചെയ്യണം. അന്നേരം അത് ദിസ് ഈസ് ആഡഡ്, ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഈസ് ആഡഡ് അറ്റ് ദ ടെയിൽ ഓഫ് Q1. ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ അതിന് ഷെഡ്യൂൾ ചെയ്യും. 16 മില്ലി സെക്കൻഡിൽ 12 മില്ലി സെക്കൻഡ് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകും. ഇനി ഇവിടെ കൊണ്ട് എക്സിക്യൂഷൻ തീരാത്ത പ്രോസസ്സുകൾ മാത്രമേ ഈ ക്യൂവിലേക്ക് വരുള്ളൂ. ഇവിടെയുള്ള പ്രോസസ്സ് FCFS ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ യൂസ് ചെയ്തായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. Then, thank you for watching this session. This is the end of my session and thank you for watching.